നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബോണ്ടയാണ്. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം വെച്ചിട്ടാണ് ബോണ്ട തയ്യാറാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 2 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതായത് സ്വീറ്റ് പൊട്ടറ്റോ. ഇതിപ്പോൾ അറൗണ്ട് ഒരു 600 ഗ്രാം ഉണ്ടാവും. ഇതിൽ ധാരാളം മണ്ണുണ്ടാവും, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അടുത്തതായിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്നുകിൽ ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ വെള്ളത്തിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതായത് ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ ഇത് കുക്കായോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. കണ്ടു, ഇപ്പോൾ മധുരക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. വെള്ളം മാറ്റിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് ഇളക്കി മാറ്റണം. അപ്പോൾ ചെറു ചൂടോട് കൂടി തന്നെ നമ്മൾ സ്കിന്ന് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇളകി വരും. ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് കടലമാവ് ചേർക്കാം. 250 ml കപ്പിൽ 1/2 കപ്പ് ഞാൻ മൊത്തത്തിൽ ചേർക്കുന്നില്ല, ഒരു 3/4 ഭാഗം മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർക്കുന്നുണ്ട് തന്നെ നമ്മുടെ ബോണ്ട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ കരിവേപ്പില, ഒരു ഇടത്തരം സവാള, കുറച്ച് ഇഞ്ചി, ഇതും കൂടി ചേർക്കാം. അപ്പോൾ ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യുക. സവാള അധികം ചെറുതാകണമെന്നില്ല, കുറച്ച് വലുതായാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് കുറച്ച് കരിവേപ്പില. ഇത് കൂടാതെ തന്നെ മല്ലിയില, പച്ചമുളക് ഇവയെല്ലാം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളകിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. എരിവിന് ആവശ്യമായുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നേരത്തെ എടുത്ത ബൗൾ കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചൊരു വലിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടും തിരുമ്മിയെടുക്കുക, അതായത് നമ്മൾ ചേർത്ത ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങണം. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോയുടെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടി കൊടുക്കുക. കായപ്പൊടി കൂടി ചേർക്കാം, അതായത് ഒരു 2 നുള്ള കായപ്പൊടി. കായപ്പൊടി ഒന്നുകിൽ ഈ സമയം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ മുളക് പൊടിയൊക്കെ ചേർത്ത സമയത്തും കായപ്പൊടി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. അതിന് മുന്നേ കൈ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. കൈ നന്നായിട്ട് കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് കൈ നന്നായിട്ടൊന്ന് കഴുകണം എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. നമ്മുടെ ബോണ്ടയ്ക്ക് എത്രയാണോ വലിപ്പം ആവശ്യമുള്ളത് അതനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിനാണ് ഉരുട്ടിയെടുത്തേക്കുന്നത്. എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ റെഡിയാക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാട്ടോ ഒഴിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വയ്ക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന കടായിയുടെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒത്തിരി ക്രൗഡഡ് ആക്കി വെച്ചാൽ നമുക്ക് തിരിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ഈ സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒന്നുകിൽ നമ്മൾ പുഴുക്ക ഉണ്ടാക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് മുളക് ചമ്മന്തി കൂട്ടി കഴിക്കാറുണ്ട്. മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ബോണ്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ശരിക്കും കഴിച്ചു നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. ഒരു സൈഡ് ആയിട്ടുണ്ട്, മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ മാത്രമേ വയ്ക്കാവൂ. സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈജഷൻ നല്ലതാണ്, ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് വലിയ കുക്കിംഗ് ടൈം ഇല്ല, കാരണം നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ആദ്യത്തെ ബാച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇനി അടുത്ത ബാച്ചും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു ബോണ്ടയുടെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇത് അധികം എണ്ണ കുടിക്കില്ല, അതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് കുറച്ച് നല്ലതാണ്. ബോണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. സെക്കൻഡ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ബാച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ബോണ്ട റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് പൊട്ടറ്റോ വേകാൻ എടുക്കുന്ന സമയം കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയാണ്. ഇതിൻ്റെ കുക്കിംഗ് ടൈമും വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബോണ്ടയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാനൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയൊരു മധുരമുണ്ട്. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്